ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ മാസത്തിലത്തെ PSC ബുള്ളറ്റിനാണ്. 2021 ഡിസംബർ മാസത്തിലത്തെ PSC ബുള്ളറ്റിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പലരും ഇതേപോലെ മാസം അനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു PSC ബുള്ളറ്റിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിക്കും ഡിസംബർ തൊട്ട് റിവേഴ്സ് ഓർഡറിൽ ചെയ്യാനാണ്. ഡിസംബർ, നവംബർ അങ്ങനെ 2021 കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എത്ര ആൾക്കാർക്ക് യൂസ്ഫുൾ ആയെന്ന് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോസിൻ്റെ ഒരു സീരീസ് ചെയ്യുന്നത്. കാരണം ഇപ്പം തന്നെ നമ്മൾ PSC ബുള്ളറ്റിൻ്റെ 3000 കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ട്വിറ്ററിൻ്റെ പുതിയ CEO ആയിട്ട് ചുമതലയേറ്റ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പരാഗ് അഗർവാൾ ആണ് കേട്ടോ. സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ട്വിറ്ററിൻ്റെ പുതിയ CEO ആയിട്ട് ചുമതലയേറ്റ ആരാണ്? പരാഗ് അഗർവാൾ. അപ്പോൾ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ ആണ് ട്വിറ്ററിൽ നമ്മൾ മെയിനായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? ട്വിറ്ററിൽ കൂടുതൽ നമ്മൾ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചാറ്റിങ്ങും മെസ്സേജിങ്ങും ഒക്കെ കാരണം കുറേ ആൾക്കാർക്ക് പാരയായെന്ന് ആലോചിക്കാം കേട്ടോ. അപ്പോൾ പരാഗ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ട്വിറ്ററിൽ കൂടുതൽ മെസ്സേജിങ് ആണ്, അപ്പോൾ പാരയായെന്ന് ആലോചിക്കാം. അപ്പോൾ ഓർക്കാമല്ലോ, സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ട്വിറ്ററിൻ്റെ പുതിയ CEO ആയിട്ട് ചുമതലയേറ്റ ആരാൻ ചോദിക്കുകയാണെങ്കിൽ പരാഗ് അഗർവാൾ ആണ്. പരാഗ് അഗർവാൾ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ഡി ഓർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആർക്കാണ്? ലയണൽ മെസ്സി. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ഡി ഓർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ലയണൽ മെസ്സിക്കാണ്. എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നേ? 7 തവണ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 പോയിന്റ്സും കൂടെ പഠിക്കാം. മികച്ച സ്ട്രൈക്കർ ആരാണ്? റോബോട്ട് ലെവൻഡോസ്കി ആണ് കേട്ടോ. അതുപോലെ തന്നെ മികച്ച ക്ലബ്ബ് ചെൽസി ആണ്. ഓക്കെ, മികച്ച സ്ട്രൈക്കർ റോബോട്ട് ലെവൻഡോസ്കി. ചെറിയൊരു കണക്ഷൻ പറയാം. ഈ വിസ്കി ഒക്കെ കുടിച്ചിട്ടാണ് പുള്ളിക്കാരൻ നന്നായിട്ട് കളിച്ചെന്നുള്ള രീതിയിൽ ആലോചിക്കുക. നല്ലൊരു സ്ട്രൈക്കറായി എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. അപ്പോൾ മികച്ച സ്ട്രൈക്കർ റോബോട്ട് ലെവൻഡോസ്കി. മികച്ച ക്ലബ്ബ് എന്ന് പറയുമ്പോൾ C ആണ്. C വെച്ചിട്ട് തന്നെ നമുക്ക് ചെൽസി എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മെമ്മറിയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ഈ പറയുന്ന കോഡ്സുകൾ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ശരിക്കും പഠിക്കുക. എന്നിട്ട് കോഡ്സ് വെറുതെ അത് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് കയറാം. എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിന് വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചിലവേറിയിട്ടുള്ള നഗരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടെൽ അവീവ് ആണ്. ഓക്കെ, എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്തിൽ ജീവിക്കാൻ ഏറ്റവും ചിലവേറിയിട്ടുള്ള നഗരമാണ് ചോദിച്ചിട്ടുള്ളത് ടെൽ അവീവ്. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. അവിടെ എല്ലാവരും ഇങ്ങനെ ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കുക കേട്ടോ. എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ടെലിഫോൺ ബില്ലൊക്കെ ഭയങ്കര കൂടുതലായി, ഭയങ്കര ചിലവേറി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഏറ്റവും ചിലവേറിയിട്ടുള്ള നഗരം ഏതാണ്? ടെൽ അവീവ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അതേപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ നഗരം ചോദിക്കുകയാണെങ്കിൽ ഡമാസ്കസ് ആണ്. ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള നഗരം ഡമാസ്കസ്. അപ്പം ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള മാസ്കൊക്കെയാണ് അവർ വെച്ച് നടന്നതെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ രണ്ടും മാറിപ്പോകരുതേ. ചിലവേറിയിട്ടുള്ള നഗരം ടെൽ അവീവും ഏറ്റവും ചിലവ് കുറഞ്ഞിട്ടുള്ള നഗരം ഏതാണ്? ഡമാസ്കസ് എന്നുള്ളത് ഓർക്കുക. കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള കഥകളി നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മാർഗി വിജയകുമാർ. കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ച കഥകളി നടൻ ആരാണ്? മാർഗി വിജയകുമാർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാർഗവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചു എന്ന് ഓർക്കുക കേട്ടോ. സീനിയർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുള്ള കഥകളി നടനാണ് മാർഗി വിജയകുമാർ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിലെ 10 വിക്കറ്റുകളും നേടുന്ന 3ാമത്തെ ബൗളർ എന്ന നേട്ടത്തിലെത്തിയിട്ടുള്ള ആരാൻ ചോദിക്കുകയാണെങ്കിൽ അജാസ് പട്ടേലാണ് കേട്ടോ. ന്യൂസിലാൻഡ് ആണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിലെ എല്ലാ വിക്കറ്റുകളും 10 വിക്കറ്റുകളും നേടുന്ന 3ാമത്തെ ബൗളർ എന്ന നേട്ടത്തിലെത്തിയിട്ടുള്ളത് അജാസ് പട്ടേൽ. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ക്രിക്കറ്റ് കളി നടക്കുന്ന സമയത്ത് അവിടെ ജാസൊക്കെ കൊട്ടിയിട്ട് ബാക്കിയുള്ള ബാറ്റ്സ്മാൻ്റെ ശ്രദ്ധയൊക്കെ തെറ്റിച്ചു എന്ന് ആലോചിക്കുക. അങ്ങനെയാണ് ഈ എല്ലാ വിക്കറ്റുകളും പുള്ളി എടുത്തതെന്നുള്ള രീതിയിലൊന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ജാസ് കുട്ടി എന്നുള്ള രീതിയിൽ മറക്കണ്ട. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിങ്സിലെ 10 വിക്കറ്റുകൾ നേടുന്ന 3ാമത്തെ ബൗളർ എന്ന നേട്ടത്തിലെത്തിയിട്ടുള്ളത് ആരാണ്? അജാസ് പട്ടേലാണ്. മുംബൈയിൽ വെച്ച് നടന്ന ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിലാണ് ഇത് കൈവരിച്ചതെന്നുള്ളത് ഓർക്കുക. അപ്പോൾ 3ാമത്തെ ബൗളറാണ്. അപ്പോൾ ബാക്കി 2 പേരെ നമുക്കൊന്ന് അറിയണ്ടേ? ആരൊക്കെയാന്ന് നോക്കാം. ഇംഗ്ലണ്ടിൻ്റെ ജിം ലേക്കർ നോക്കിക്കോളൂ. ജിം ലേക്കറും അതുപോലെ തന്നെ അനിൽ കുംബ്ലെ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ്? ജിം ലേക്കറും അതുപോലെ തന്നെ അനിൽ കുംബ്ലെ. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ജിം ലേക്കർ എന്നൊക്കെ പറയുമ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല ശക്തി ഉപയോഗിച്ചിട്ടാണ് എല്ലാ വിക്കറ്റുകളും ഒക്കെ നേടി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ജിം ലേക്കർ മറക്കണ്ട. പിന്നെ അനിൽ കുംബ്ലെയാണ് ഓർക്കാലോ.
അടുത്ത പോയിന്റ് നോക്കാം. അന്താരാഷ്ട്ര നാണയനിധിയുടെ രണ്ടാമത്തെ വലിയ തസ്തിക ആയിട്ടുള്ള ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് ജനുവരിയിൽ നിയമിതയാകുന്ന മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീതാ ഗോപിനാഥ്. എല്ലാവർക്കും അറിയാവുന്ന തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ, ഗീതാ ഗോപിനാഥ്. അപ്പോൾ ആരായിരുന്നു? IMFന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ എക്കണോമിക് കൗൺസിലർ ആയിരുന്നു. ഒരുപാട് പോയിന്റ്സുകളുണ്ട്. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ, പോയിന്റ്സുകൾ എക്സ്ട്രാ അറിയാവുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര നാണയനിധിയുടെ രണ്ടാമത്തെ വലിയ തസ്തിക ആയിട്ടുള്ള ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് ജനുവരിയിൽ നിയമിതയാകുന്ന മലയാളി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഗീതാ ഗോപിനാഥ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വേൾഡ് അത്ലറ്റിക്സിന്റെ ഈ വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാര ജേതാവ് ആരാ? കാർസ്റ്റൻ വാർഹോമിൻ. ആരാണ്? അത്ലറ്റിക്സ് ആണ്. അപ്പോൾ നല്ല ഭയങ്കര സ്പീഡിൽ ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നല്ല കാറിൽ പോകുന്ന സ്പീഡിൽ തന്നെ ഓടിയിട്ടുണ്ടാവും എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ കാർസ്റ്റൻ വാർഹോമിൻ, കാറ് നല്ല സ്പീഡിൽ വീട്ടിൽ പോയിന്ന് ഒക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. വേൾഡ് അത്ലറ്റിക്സിന്റെ ഈ വർഷത്തെ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാര ജേതാവ് ആരാണ്? കാർസ്റ്റൻ വാർഹോമിൻ എന്നുള്ളത് ഓർക്കുക. നോർവേ ആണ് കേട്ടോ. അപ്പോൾ കാറൊക്കെ ഓടിച്ചിട്ട് ഒരു വഴി കൂടെ അല്ലേ പോകുന്നത്, അപ്പോൾ നോർവേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. വനിതാ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എലൈൻ തോംസൺ. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, 200 മീറ്ററിൽ ഒളിമ്പിക്സിൽ കിട്ടിയിട്ടുള്ളതാണ് അല്ലെ, ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളതാണ് എലൈൻ തോംസൺ. എല്ല് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് ഉണ്ടായെന്നൊക്കെ ആലോചിക്കാമല്ലോ. അപ്പോൾ ജമൈക്കാരിയാണെന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് വരാം. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അഞ്ജു ബോബി ജോർജ് കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. 2021 വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സിൽ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അഞ്ജു ബോബി ജോർജ്. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ സമ്പൂർണ്ണ ഓഫീസ് ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വയനാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ എന്താ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസുകൾ മുതൽ കളക്ടറേറ്റ് വരെയുള്ള ഫയലുകളെല്ലാം ഫുള്ളി ഡിജിറ്റലൈസ് ആക്കിയിട്ടുള്ളത് ആദ്യം വയനാടാണ്. അപ്പോൾ വയനാട് നമുക്കറിയാലോ, ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഒക്കെ കുറച്ച് കുറവൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള ഫയൽസും കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഡിജിറ്റലൈസ് ആക്കിയെന്ന് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ രാജ്യത്തെ സമ്പൂർണ്ണ ഓഫീസ് ജില്ല ഏതാണ്? വയനാട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. പ്രഥമ ICP നമ്പൂതിരി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KK ശൈലജയ്ക്കാണ് കേട്ടോ. പ്രഥമ ICP നമ്പൂതിരി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് KK ശൈലജ. അപ്പോൾ ICP ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ICP എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അടുത്ത പോയിന്റ് നോക്കാം. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുള്ളത് അർജന്റീനയാണ്. റണ്ണറപ്പ് ആയിട്ടുള്ളത് ആരാ? ജർമ്മനിയാണ്. അപ്പോൾ എന്തൊക്കെയോടെ ആലോചിക്കാനുള്ള 2021 ജൂനിയർ ആണ്. ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കിയാണ് കേട്ടോ. വേൾഡ് കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുള്ളത് അർജന്റീന, റണ്ണറപ്പ് ജർമ്മനി. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കിയാണ്. അപ്പോൾ ജൂനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഏജ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഏജുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ A വെച്ചിട്ട് അർജന്റീനയ്ക്ക് കിട്ടി, റണ്ണറപ്പ് എന്ന് പറയുമ്പോൾ ജർമ്മനി എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. വേൾഡ് കപ്പ് ഹോക്കിയാണെന്നും കൂടെ ഓർത്ത് വെച്ചേക്കണേ. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി കിരീടം നേടിയിട്ടുള്ള അർജന്റീന, റണ്ണറപ്പ് ജർമ്മനി എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2020 ആയുഷ്കാല സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? P ജയചന്ദ്രനാണ്. അപ്പം 2020 കേസാണ് പറഞ്ഞിട്ടുള്ള JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് ആർക്കാണ്? P ജയചന്ദ്രനാണ്. ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഈ JC എന്നൊക്കെ പറയുമ്പോൾ ജേഴ്സി ആലോചിക്കാമല്ലോ. ജേഴ്സിയൊക്കെ ഇട്ടിട്ട് കളിയൊക്കെ ജയിച്ചു എന്നോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക, തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ 2020 ആയുഷ്കാല സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് P ജയചന്ദ്രൻ എന്നുള്ളത് ഓർക്കുക. 2021 രാമാനുജൻ പുരസ്കാര ജേതാവ് നീന ഗുപ്ത ഓർത്തു വെച്ചേക്കണം. 2021 രാമാനുജൻ പുരസ്കാര ജേതാവ് നീന ഗുപ്തയാണ്. 2005 മുതലാണ് രാമാനുജൻ പുരസ്കാരം വിതരണം തുടങ്ങിയത്. ഈ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് നീന. 2005 മുതലാണ് രാമാനുജൻ പുരസ്കാരം വിതരണം തുടങ്ങിയത്. 2021 രാമാനുജൻ പുരസ്കാര ജേതാവാരാണ്? നീന ഗുപ്ത എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്തിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം നടന്നുള്ള സ്ഥലം ഏതാണ്? കൂനൂരാണ് കേട്ടോ, തമിഴ്നാട്ടിലെ. എല്ലാവർക്കും ഇതൊക്കെ ഓർമ്മയുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഈ അപകടത്തിൽ മരിച്ച മലയാളിയായിട്ടുള്ള തൃശ്ശൂർ സ്വദേശി പേര് ഓർത്തു വെച്ചേക്കുക. ആരാണ്? A പ്രദീപാണ്. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററാണ് കേട്ടോ. റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ MI-17V5 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ആലോചിക്കാനുള്ള? സംയുക്ത സൈനിക മേധാവിയുള്ള ബിപിൻ റാവത്തിന്റെ മരണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അത് നടന്നുള്ള സ്ഥലം ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ കൂനൂരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഈ ഹെലികോപ്റ്ററിലൊക്കെ എല്ലാവരും ഇങ്ങനെ കൂനിക്കൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുക. അപ്പോൾ കൂനൂരാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ, തമിഴ്നാട്ടിലെ. അതുപോലെ തന്നെ ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ള മലയാളിയായിട്ടുള്ള തൃശ്ശൂർ സ്വദേശി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ A പ്രദീപ് എന്നുള്ളത് ഓർക്കുക. പിന്നെ റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ MI-17V5 എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. MI-17V5. നെക്സ്റ്റ് പോയിന്റ് നോക്കാം.
2020 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാര നീൽമണി ഫൂക്കൻ എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. 2020 നീൽമണി ഫൂക്കൻ, ആസാമീസ് കവിയാണ് കേട്ടോ. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ദാമോദർ മൗസോക്കാണ്. 2021 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ദാമോദർ മൗസോക്ക്, ഗോവൻ സാഹിത്യകാരനാണ് കേട്ടോ. 2019 ആരായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, ആരാ? അക്കിത്തമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 ആൾക്കാരെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചാലോ? അപ്പോൾ എക്സാമിന് നമുക്ക് തെറ്റില്ലല്ലോ, വർഷമൊക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ എപ്പോൾ ഇതുപോലത്തെ പഠിക്കുമ്പോഴും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ആദ്യം പഠിക്കാം കേട്ടോ. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കണക്ഷൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ദാമോദർ മൗസോക്കാണ്, ദാമോദർ മൗസോക്ക്. അതുപോലെ തന്നെ ഇതാ നീൽമണി ഫൂക്കൻ ഉണ്ട്. പിന്നെയുള്ളത് അക്കിത്തമാണ്. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി എന്ന് ആലോചിക്കുക കേട്ടോ. മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി. അപ്പം മൗസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? മൗസോക്ക് എന്നുള്ളത് കിട്ടുമല്ലോ. മൗസ് പീഠത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ജ്ഞാനപീഠവുമായിട്ടൊരു കണക്ഷൻ കൊടുത്താണ് കേട്ടോ. മൗസ് പീഠത്തിലിരിക്കുന്ന എന്താ കഴിച്ചേ? നെൽമണി. അപ്പോൾ നീൽമണി കിട്ടുമല്ലോ. നെൽമണി അകത്താക്കിയാണ് നമ്മുടെ അക്കിത്തം എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ മൗസ് പീഠത്തിലിരിക്കുന്ന നെൽമണി അകത്താക്കി. അപ്പോൾ നമുക്ക് ഈ 3 വർഷത്തെ ആൾക്കാരുടെയും ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളുടെയും പേരുകൾ ഓർമ്മിക്കാൻ പറ്റും കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. വനിതാ ടെന്നീസ് അസോസിയേഷൻ ഈ വർഷത്തെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്ത ടെന്നീസ് താരമാരാണ്? ആഷ്ലി ബാർട്ടിയാണ് കേട്ടോ. ആഷ്ലി ബാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. 2021 വിംബിൾട്ടൺ ജേതാവാണ് ആഷ്ലി ബാർട്ടി. നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു? പാർട്ടിയിലൊക്കെ പോയിട്ട് വുമൺ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വീമ്പ് പറയും. അപ്പോൾ വിംബിൾട്ടൺ, ആഷ്ലി ബാർട്ടി എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ വനിതാ ടെന്നീസ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തുള്ള ടെന്നീസ് താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആഷ്ലി ബാർട്ടി എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്ത പോയിന്റ്, മികച്ച പുതുമുഖ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് MR റാഡുകാനു ആണ്. MR റാഡുകാനു US ഓപ്പൺ ചാമ്പ്യനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മികച്ച പുതുമുഖ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് MR റാഡുകാനു. 2021 ഫോർമുല 1 ലോക കിരീടം നേടിയിട്ടുള്ളത് വെസ്റ്റപ്പൻ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. 2021 ഫോർമുല 1 ലോക കിരീടം നേടിയിട്ടുള്ളത് വെസ്റ്റപ്പൻ ആണ് കേട്ടോ, ഡച്ചുകാരനാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. 2021 വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തത് ഹർന സന്ധു ആണ് കേട്ടോ. 2021 വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹർന സന്ധു. ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. സന്തൂർ മമ്മിയൊക്കെ ഓർത്താൽ മതി അല്ലേ. ആ പരസ്യത്തിൽ അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. വിശ്വസുന്ദരിയായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2021 വിശ്വസുന്ദരിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹർന സന്ധു. അതേപോലെ തന്നെ 21 വർഷത്തിന് ശേഷമാണ് മിസ് യൂണിവേഴ്സ് കിരീടം ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഓർക്കുക. 21 വർഷങ്ങൾക്ക് ശേഷമാണ്. അതേപോലെ തന്നെ 2000 ലാറ ദത്തയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് 1994 സുസ്മിത സെന്നിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരം പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമാണ് ഏതാണ്? പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരം പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ്. 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള മലയാളി ഇമ്പോർട്ടൻ്റ് ആണ്. 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള മലയാളി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൊഫസർ S ശിവദാസ്. ഓക്കെ, ആദ്യമായാണ് മലയാളത്തിൽ നിന്നും ഒരു എഴുത്തുകാരന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫസർ S ശിവദാസ്. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് അല്ലേ, അപ്പോൾ ബിഗും പിന്നെ ലിറ്റിലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ബിഗ് ലിറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബിഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ശിവനെ ആലോചിക്കാം കേട്ടോ. ശിവനും അതുപോലെ തന്നെ ലിറ്റിൽ എന്ന് പറയുമ്പോൾ ചെറുത്, അതായത് ശിവൻ്റെ ദാസൻ, അങ്ങനെയൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ 2021 പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയിട്ടുള്ള മലയാളി പ്രൊഫസർ S ശിവദാസ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ 2021 ഡിസംബർ മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം കമൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു സീരീസ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കോഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ഷന് വേണ്ടി മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ശരിക്കും നല്ല രീതിയിൽ വായിച്ച് തന്നെ പഠിക്കുക. എന്നിട്ട് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ കോഡ്സുകൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വാല്യുബിൾ ആണ്. ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.